ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനെന്നേ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ബട്ടർ ചിക്കനാണ് ഇത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഇതേപോലെ ബട്ടർ ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊതി പോലും മാറില്ല. അപ്പൊ ഇതൊക്കെ കൊതി മാറണവർ ഇതേപോലെയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മളത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കണേ. ഇതേപോലെ ഒന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കിക്കോളൂ. കൊതി തീരുവോളം വീട്ടിൽ നിന്ന് തന്നെ ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി. ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ്, അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോ അടുപ്പത്തേക്ക് ഒരു കടായി അങ്ങോട്ട് വെച്ചിട്ടെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ബട്ടർ ചിക്കനിലൊക്കെ അത്യാവശ്യം ഓയിൽ വേണ്ടതാണ്. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല അങ്ങോട്ട് ഇട്ടു. ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പ്, കുറച്ച് പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ടിട്ടെ അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച എല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പൊ ഈ ഗരം മസാല ഇല്ലെങ്കിൽ ഇതിന്റെ പൊടിയായാലും ചേർത്താൽ മതി. അപ്പൊ ഈ സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ഏകദേശം വഴറ്റി റെഡിയായി വരുമ്പോഴേക്ക് ആ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കാരണം ഇത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അരച്ചെടുക്കാനുള്ളതാണ്. വഴറ്റുമ്പോഴേ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാനായിട്ട് മാക്സിമം ചെറുതാക്കി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർക്കണം. ഉപ്പൊക്കെ ചേർത്ത് വഴറ്റുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടേ. സവാളൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റി റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടും. ഇനിയിപ്പോ ഇതിലേക്ക് ആകെ ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ്. ഇത് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. ഒരു 2 ടീസ്പൂണോളം ഉണ്ടാവും. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഒന്നും കൂടി വഴറ്റി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്ന പോലെ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി, നല്ല വലിപ്പത്തിലുള്ള 3 തക്കാളിയാണ് ചേർക്കുന്നത്. ആ തക്കാളി അങ്ങോട്ട് കട്ട് ചെയ്ത് ചേർത്തട്ടെ. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ഈ തക്കാളിയൊക്കെ നല്ല റെഡിയായിട്ട് അങ്ങോട്ട് വന്നെ. അതിന്റെ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി റെഡിയായിട്ട് വരാനേ നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ടെ അടച്ചങ്ങോട്ട് വെച്ച് വേവിക്കണം. ഒഴിച്ച വെള്ളം അതുപോലെ തന്നെ തക്കാളിയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി അങ്ങോട്ട് ഉറുകി അങ്ങോട്ട് വന്നോളും. അതെല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് വെക്കണേ. ഞാനത് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്തു. അത് തണുക്കാനായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വെച്ചു. അത് തണുത്ത് വന്നിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇത് അരച്ച് എടുക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് അങ്ങോട്ട് ചേർക്കണം. അതങ്ങോട്ട് ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അങ്ങോട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുക്കണം. അരപ്പ് അങ്ങോട്ട് റെഡിയായി കഴിയുമ്പോഴേക്ക് അടുപ്പത്തേക്ക് ആ കടായി വീണ്ടും അങ്ങോട്ട് വെച്ചിട്ട് കുറച്ചും കൂടി ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് ആ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും ചെറിയ തീയിൽ വെച്ച് വേണം മിക്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അരപ്പ് അങ്ങോട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ആ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു. അരപ്പ് അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്ക് പിന്നെ വേണ്ടതിലേക്ക് ആ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതേ ഇതിനേറ്റൊന്നും ചെയ്യാണ്ടേ, കുക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഇത് നല്ല ഫ്രഷ് ചിക്കൻ പാക്കറ്റായിട്ട് വന്ന സാധനമാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ലൈവ് ചിക്കൻ. അപ്പൊ അത് ചിക്കൻ നല്ല വൃത്തിയാക്കിയിട്ട് അതിലേക്ക് അത്യാവശ്യം മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയും ഉപ്പൊക്കെ പുരട്ടി, ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ പുരട്ടി അത് ഒരു 2-3 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട്. കാരണം ആ ചിക്കനെ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതേപോലെ പ്രോസസ് ചെയ്ത ചിക്കൻ ആണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുമേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ആ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ. അത് നല്ലവണ്ണം അങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് ഈ ചിക്കന് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു. നല്ല കുറുകിയിരിക്കണതുകൊണ്ട് ചെറിയ തീയിലാണ് ഞാൻ വെച്ചത്.
അപ്പൊ അതങ്ങോട്ട് റെഡിയായി. ഒരു 10-15 മിനിറ്റോളം എടുത്തപ്പോഴേക്കും ചിക്കനൊക്കെ റെഡിയായി. ഗ്രേവിക്ക് അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഇതേ ആ ഗ്രേവിക്ക് ഒന്നും കൂടി ഒന്ന് കുറുകാനായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും. അപ്പൊ അത് ഇളക്കി ഒരു 5 മിനിറ്റോളം അങ്ങോട്ട് ഇളക്കി അതങ്ങോട്ട് ഗ്രേവിക്ക് നല്ല തിക്കിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ബട്ടർ ചിക്കനിൽ ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി അങ്ങ് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഇളക്കിയിട്ട്, പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഫ്രഷ് കുക്കിംഗ് ക്രീം എന്നും പറഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. നാട്ടിലൊക്കെ എന്തായാലും അവൈലബിൾ ആണ്. അപ്പൊ ഒരു 50 ഗ്രാം ഫ്രഷ് ക്രീമും കൂടി ഞാൻ അതിലേക്ക് ചേർത്തു. കുക്കിംഗ് ക്രീം കേട്ടോ. ഇതിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോഴേക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ അതേ ടെക്സ്ചർ, അതേ കളറിൽ അങ്ങോട്ട് കറി വന്നു. നല്ല കുറുകി റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നവരെ അങ്ങോട്ട് ചെറിയ തീയിൽ അങ്ങോട്ട് വെച്ചിട്ടേ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കറി ആ ക്രീമിലൊക്കെ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളും. നല്ല അടിപൊളി സൂപ്പർ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ചേ കസ്തൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ ആയിക്കോളും. കൂട്ടുകാരെ, ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, പക്ഷെ നല്ല ഈസിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.